പാവയ്ക്കയുടെ കൈപ്പരസം കാരണം നമ്മളിൽ പലരും തന്നെ പാവയ്ക്ക കഴിക്കാറില്ല അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്കയ്ക്ക് ഒട്ടും തന്നെ കയ്പില്ലാതെ അടിപൊളിയൊരു തോരനാണ്. കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടും. ചെറിയൊരു ടിപ്പ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക തോരൻ കിട്ടും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള പാവയ്ക്ക എടുക്കുക എന്നുള്ളതാണ്. വാടിയ പാവയ്ക്കാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല കയ്പായിരിക്കും കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പാവയ്ക്ക് എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കിയിട്ട് തോരൻ പോലെ ആക്കിയിട്ട് മോര് വെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ട് വയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു കയ്പ്പ് രസം മാറിക്കിട്ടും. ഒരു പച്ചമുളക് നെടുകെ കീറി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എരിവിനായിട്ട് മുളക് പൊടിയേക്കാളും ടേസ്റ്റ് ഈ ഒരു പച്ചമുളക് ചേർക്കുമ്പോൾ തന്നെയാണ്. പിന്നെ ഈ സവാളയ്ക്ക് പകരം നമുക്ക് എടുക്കാൻ പറ്റുന്നത് ചെറിയ ഉള്ളിയാണ്. ഇത് രക്തം ഉണ്ടാവാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി ലീവ്സ് ഇതിലേക്ക് ആവശ്യമുണ്ട്, അതുകൂടി എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത് ഏകദേശം നമ്മൾ എടുക്കുന്ന പാവയ്ക്കയുടെ പകുതി അളവിൽ എടുത്തിട്ട് ഉണ്ട്. എന്നാലാണ് ആ ഒരു കയ്പ്പ് രസമൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറയ്ക്കാനായിട്ട് ഈ ഒരു തേങ്ങയും ഹെൽപ്പ് ചെയ്യും. അത് തന്നെ നമുക്ക് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായപ്പോൾ കടുകും ചേർത്ത് നന്നായിട്ട് പൊട്ടിയിട്ടോ. അപ്പോഴേക്കും നമുക്ക് കറി ലീവ്സ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി നല്ല മണമാണ് നമുക്ക് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇതേപോലെ ഒന്ന് വഴറ്റി വന്നാൽ മതി. ചെറിയൊരു ബ്രൗൺ ആകുമ്പോഴേക്കും തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താ ചേർക്കേണ്ടത്? നമ്മുടെ മോരിലിട്ട് വെച്ചിട്ടുള്ള ആ ഒരു പാവയ്ക്കാണ്. നന്നായിട്ട് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് നേരെ തന്നെ എടുക്കാം കേട്ടോ. കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മോരല്ലേ, അതുകൊണ്ടിട്ട് തന്നെ ഒരു കുഴപ്പമില്ല. ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ഇതേപോലെ പിഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ളത്. കയ്പുള്ളത് കൊണ്ട് ഒരല്പം ഉപ്പ് മുൻപിൽ നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ. കയ്പ്പ് രസം കുറച്ച് കുറയ്ക്കും. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ കയ്പ്പ് രസം നന്നായിട്ട് കുറഞ്ഞു കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വാടിയ പാവയ്ക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും നല്ല കയ്പുണ്ടാവും. നടുക്കൂട്ടി ഇതേപോലെ കൂട്ടി വെച്ച ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് വെന്ത് നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു പാവയ്ക്ക് കിട്ടുന്ന സമയത്ത് ഒന്നുകൂടി ഇതേപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇനി എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റിലേക്ക് വരും. ചെറിയ ബ്രൗൺ കളറിലേക്ക് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതും 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഒത്തിരി നേരത്തെ ചേർക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവയ്ക്കയുടെ കയ്പ്പ് രസം നന്നായിട്ട് തന്നെ ഈ തേങ്ങയിലേക്ക് പിടിക്കും. അതിലും നല്ലത് തേങ്ങയുടെ ആ ഒരു മധുരത്തോടെ നിൽക്കുന്നത് തന്നെയാണ്. സോ ഒത്തിരി നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. പാവയ്ക്കയ്ക്ക് അവസാനം വെളിച്ചെണ്ണ ചേർത്താൽ നല്ല ടേസ്റ്റ് വരും. ആ ഫ്ലേവർ നന്നായിട്ട് നിൽക്കും കേട്ടോ. ആ കറി ലീവ്സും ഒന്നുകൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി ലീവ്സിൻ്റെയും അതുപോലെ വെളിച്ചെണ്ണയുടെയും ഫ്ലേവർ നന്നായിട്ട് മുമ്പിൽ നിൽക്കുന്ന കയ്പില്ലാത്ത അടിപൊളി പാവയ്ക്ക തോരൻ റെഡി. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പാവയ്ക്ക് ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.